ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു കോമ്പറ്റിറ്റീവ് ക്രാക്കർ. ഞാൻ ആശ ബിനീഷ്. ഇന്ന് ഞാൻ നിങ്ങളിലേക്ക് എത്തിയിരിക്കുന്നത് ഒരുപാട് പേര് RRB ഒരുപാട് സ്വപ്നം കാണുന്നതാണ്. എന്നാൽ പഠിച്ചു തുടങ്ങിയിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ സീരിയസ് ആയിട്ടൊന്നും പഠിച്ചു തുടങ്ങിയിട്ടില്ല. ഇങ്ങനെ പഠനം മുന്നോട്ട് പോകുന്നു. അപ്പോൾ RRB എക്സാമിലെ GK പോർഷനിൽ എന്തൊക്കെ ഭാഗങ്ങളിൽ നിന്നാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്? അപ്പോൾ GK പോർഷൻസ് ഏതൊക്കെ ഭാഗങ്ങളിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നു എന്നറിയുമ്പം ആദ്യമായിട്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഇത് ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന ഒരു മേഖലയുണ്ട്. അതിലൊന്ന് ലേഡീസൊക്കെ കൂടുതലും ഒഴിവാക്കുന്ന ഒരു മേഖലയാണ്. അത് മറ്റൊന്നുമല്ല, സ്പോർട്സ് എന്ന് പറയുന്ന മേഖലയാണ്. ഈ സ്പോർട്സ് സാധാരണ രീതിയിൽ PSCക്കൊക്കെ പ്രിപ്പയർ ചെയ്യുമ്പം നമ്മൾ കുറച്ചും കൂടെ ഒന്ന് ലെവൽ താത്തിയാണ് സ്പോർട്സ് പഠിക്കാറുള്ളത്. എല്ലാ ക്വസ്റ്റ്യൻസും പഠിച്ചില്ലെങ്കിലും മറ്റുള്ള അതിൽ നിന്ന് 1-2 ക്വസ്റ്റ്യൻസ് ഒക്കെ വരത്തുള്ളൂ. അപ്പോൾ നമുക്ക് അത് മാറ്റിപ്പിടിക്കാം എന്നൊക്കെ ഒരു ധാരണയുണ്ട്. പക്ഷേ RRBയിലെ സ്റ്റാറ്റിക് GKയിലെ പ്രധാനപ്പെട്ട ഒരു ഏരിയ തന്നെയാണ് സ്പോർട്സ്. ഏതൊക്കെ ഭാഗത്തു നിന്നാണ് സ്പോർട്സിൽ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്? എന്ത് കളിയുമായി ബന്ധപ്പെട്ടായിരിക്കും? അപ്പോൾ നമുക്ക് PYQയിൽ നിന്ന് പഠിക്കാം എന്താണ് പഠിക്കേണ്ടത് എന്നുള്ളത്. ഇത് കണ്ടോ, ഒരു PYQ ആണ്, RRBയുടെ ഒരു PYQ ആണ്. നാരങ് കപ്പ് എന്ത് കളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അപ്പോൾ നിങ്ങൾക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ്റെ ഒരു പാറ്റേൺ മനസ്സിലായി. ചില കളികളുണ്ട്. ഈ ചില കളികളെല്ലാം തന്നെ അതിൻ്റെ എന്ത് പഠിക്കണം? കളിയുമായി ബന്ധപ്പെട്ട ട്രോഫികൾ പഠിക്കണം. മനസ്സിലാവുന്നുണ്ടോ? ബാഡ്മിൻ്റൺ ആയാലും ഫുട്ബോൾ ആയാലും ഹോക്കി ആയാലും ക്രിക്കറ്റ് ആയാലും ഒക്കെ എന്ത് പഠിക്കണം? ആ കളിയുമായി ബന്ധപ്പെട്ട ചില ട്രോഫി മത്സരങ്ങൾ നടത്താറുണ്ട്. അതാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ഇവിടെ നാരങ് കപ്പ് എന്ന് പറയുന്ന PYQ നിങ്ങൾ കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം, നാരങ് കപ്പ് അല്ലെങ്കിൽ ഊബർ കപ്പ് എന്നൊക്കെ പറയാം, തോമസ് കപ്പ് ഒക്കെ എന്ന് പറയുന്നത് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? നമ്മുടെ ബാഡ്മിൻ്റണുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അതുമാത്രമാണോ ഒരു ബാഡ്മിൻ്റൺ കളിയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളുള്ളത്? അല്ല. പ്രധാനപ്പെട്ട വ്യക്തികൾ, ഇന്ന് നമ്മൾ പറഞ്ഞു തരുന്നത് പ്രധാന വ്യക്തികൾ പഠിക്കണം. മനസ്സിലായോ? പ്രധാന വ്യക്തികൾ. അപ്പോൾ പ്രധാന വ്യക്തികൾ എന്ന് പറയുമ്പം ഇപ്പം നമ്മുടെ ഏതെങ്കിലും റീസെൻ്റ് അവാർഡുകൾ അല്ലെങ്കിൽ ഇന്ത്യക്ക് ഇത്രയും നാളും അങ്ങനെ ഒരു അവാർഡുകൾ കിട്ടിയിട്ടില്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ അതിന് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. ഇപ്പം നമുക്കറിയാം HS പ്രണോയെ നമുക്കറിയാം അല്ലേ? HS പ്രണോയ്, അദ്ദേഹം ഒരു മലയാളിയാണ്. അദ്ദേഹം ലോക തലത്തിൽ ബാഡ്മിൻ്റൺ ചാമ്പ്യൻഷിപ്പിൽ മത്സരിച്ചിട്ടുള്ള ആളാണ് അല്ലേ? അപ്പോൾ ലോക ബാഡ്മിൻ്റൺ ചാമ്പ്യൻഷിപ്പിൽ അദ്ദേഹത്തിനൊരു അവാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു 2023. ഏതാന്ന് ഓർമ്മയുണ്ടോ? ഏതാണ്? കറക്റ്റാണ് പറയുന്നത്. അവാർഡ് മറ്റൊന്നുമല്ല, എന്താണ്? വെങ്കല മെഡലാണ്. വെങ്കല മെഡൽ അല്ലേ? വെങ്കല മെഡൽ നേടിയത് ആരാണ്? HS പ്രണോയ് അല്ലേ? HS പ്രണോയ്ക്കാണ് എന്തെന്ന് പറയുന്നത്? വെങ്കല മെഡൽ നേടിയത് അല്ലേ? HS പ്രണോയ്ക്കാണ് വെങ്കല മെഡൽ നേടിയത്. പുരുഷ സിംഗിൾസിലാണ് അദ്ദേഹം നേടിയത്. ലോക ബാഡ്മിൻ്റൺ ചാമ്പ്യൻഷിപ്പ് 2023 ഇദ്ദേഹത്തിന് അവാർഡ് കിട്ടിയത്. ക്ലിയർ ആയല്ലോ പോയിന്റ്? അപ്പം ഞാൻ പറഞ്ഞു പ്രധാനപ്പെട്ട വ്യക്തികൾ, ഏതൊരു കളിയുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട വ്യക്തികൾ. ഇനി അത് മാത്രം മതിയോ? അല്ല. ഈ കളിയുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട വ്യക്തികൾ മാത്രമല്ല നമ്മൾ പഠിക്കേണ്ടത്, അതോടൊപ്പം തന്നെ വേറെ എന്ത് പഠിക്കണം? പ്രത്യേകിച്ച് വ്യക്തികൾ പഠിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ചോദിക്കുന്നത് ആരെയായിരിക്കും? ലേഡീസിൻ്റെ അച്ചീവ്മെൻറ്റ് ചോദിക്കും. അങ്ങനെയാണെങ്കിൽ നമ്മുടെ PV സിന്ധു, നിങ്ങൾ ഉറപ്പായും PV സിന്ധുവിനെ പറ്റി കറക്റ്റായിട്ട് തന്നെ പഠിക്കണം. PV സിന്ധു പണ്ട് ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ളതാണ്. അപ്പോൾ PV സിന്ധു വനിതാ താരങ്ങൾ. അപ്പോൾ എങ്ങനെയാണ് പ്രധാനപ്പെട്ട വ്യക്തികളിലെ അടുത്ത ഹെഡിങ്? വനിതാ താരങ്ങൾ. വനിതാ താരങ്ങളിൽ എന്തൊക്കെ ഉണ്ടാകും? അവരുടെ അച്ചീവ്മെൻ്റ് എന്താണ്?
അച്ചീവ്മെൻ്റ് എന്താണ്? വനിതാ സിംഗിൾസിൽ 450 റീസെൻ്റ് വാർത്തകളിലുള്ളതായിരുന്നു, 452 ജയങ്ങൾ കൈവരിച്ച ഇന്ത്യൻ താരമേത് എന്ന് ചോദിച്ചത് ഒരു PSC എക്സാമിന് ചോദിച്ച ചോദ്യമായിരുന്നു. വനിതാ താരമായ PV സിന്ധുവിനെ. PSC എപ്പോഴും PV സിന്ധുവിൻ്റെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. അപ്പോൾ താരങ്ങൾ വനിതാ താരങ്ങളാകുമ്പം ആരെയൊക്കെ ഉണ്ടായിരുന്നു? കർണം മല്ലേശ്വരി, അതായത് താരങ്ങൾ ഇപ്പം PT ഉഷ ഒളിമ്പിക് അസോസിയേഷനുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ അവർ ഫീൽഡിൽ സ്പോർട്സ് മേഖലയിൽ സജീവമായി സ്പോർട്സ് രംഗത്തായിരിക്കത്തില്ല, ചിലപ്പോൾ അവർ അതിൻ്റെ ബാക്ക് എൻഡിലുണ്ടായിരിക്കും, എന്തെങ്കിലും പദവികളിലുണ്ടായിരിക്കും. അങ്ങനെയുള്ള PT ഉഷ, കർണം മല്ലേശ്വരി, മേരി കോം, ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട ഒരു 10ഓളം വനിതകളുണ്ട്. ആ 10ഓളം പരീക്ഷയ്ക്ക് ചോദിക്കുന്ന റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ഉള്ള മേഖലകളാണ് ഞാൻ ഈ പറഞ്ഞത്. ഇവരെ ബേസ് ചെയ്ത് ആദ്യം പഠിക്കുക, മനസ്സിലായോ? അതിനുശേഷം എന്ത് ചെയ്യുക? അതിനുശേഷം മാത്രമാകണം നമ്മൾ കറണ്ട് അഫെയർസുമായി ബന്ധപ്പെട്ട ആൾക്കാരെ പഠിക്കാനായിട്ട്. ഓക്കെ, അപ്പം കാരണം PSCയും അല്ലെങ്കിൽ RRBയും ഒക്കെ ആവർത്തിച്ചിട്ടുള്ള, SSCയും ഒക്കെ ആവർത്തിച്ചിട്ടുള്ള ഒരു 10-15 പേര് മാത്രമാണ് ആവർത്തിച്ച് ചോദിക്കുന്നത്. ബാക്കിയൊക്കെ കറണ്ട് അഫെയർസിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്. അതായത് ഇപ്പം കറണ്ട് അഫെയർസിൻ്റെ ഭാഗമായിട്ട് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ഞാൻ വായിക്കാം. സലിമ ടെറ്റെ, ഈ പേര് കേട്ടിട്ടുണ്ടോ? സലിമ ടെറ്റെ, ഇത് കറണ്ട് അഫെയർസിൻ്റെ ഭാഗമായിട്ട് വന്നതാ. സലിമ ടെറ്റെ സ്പോർട്സിൽ തന്നെയുള്ളതാ. ആരാണ് സലിമ ടെറ്റെ? നോക്കിക്കോളൂ, ഇന്ത്യൻ വനിതാ ഹോക്കി ടീമിൻ്റെ ക്യാപ്റ്റനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടതാണ് സലിമ ടെറ്റെ. മനസ്സിലായോ? ഇത് കറണ്ട് അഫെയർസിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്. സലിമ ടെറ്റെ എന്ത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹോക്കിയാണ്. ഇന്ത്യൻ വനിത, അത് നമുക്കറിയാവുന്ന കാര്യമാണ്. ചിലപ്പം നിങ്ങൾ ഒരുപാട് കേട്ടിട്ടില്ലാത്ത പേരുകൾ, നമ്മൾ സ്പോർട്സ് അത്രയും അറിയാത്തവർക്ക് വേണ്ടി മാത്രമാണ് ഞാനിത് പറയുന്നത്. അത് നമുക്ക് എന്തുമായി ബന്ധപ്പെട്ട് പഠിക്കാം? കറണ്ട് അഫെയർസുമായി ബന്ധപ്പെട്ട് പഠിക്കാം, അല്ലേ? ഇനിയും നോക്കിക്കേ, ഞാൻ പറഞ്ഞു വനിതാ താരങ്ങളെ പഠിക്കണം. അതോടൊപ്പം തന്നെ വനിതാ താരങ്ങൾ പഠിക്കുന്നതിനോടൊപ്പം തന്നെ വനിതാ മത്സരങ്ങളുണ്ട്. അതും ഒരുമിച്ചങ്ങ് പഠിക്കുക. അതായത് ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ആണ്, 2027 ഫിഫ വനിതാ ലോകകപ്പ് എവിടെ വെച്ച് നടക്കുന്നു? മനസ്സിലായോ? അപ്പോൾ ഇതിനെ ക്ലബ് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ ഓർത്തിരിക്കും. വനിതാ ലോകകപ്പിൻ്റെ വേദി എവിടെയെന്നാണ് ചോദ്യം. വേദി എവിടെയാണ്? ബ്രസീലാണ്. അപ്പം നമ്മൾ പഠിക്കുമ്പം എന്തും പഠിക്കണം. വേദികൾ പഠിക്കുമ്പം, സ്പോർട്സിലെ വേദി എന്ന് പറയുന്ന കാര്യം പഠിക്കുമ്പം മറന്നു പോകരുത്. വനിതാ മത്സരങ്ങൾ ആ കൂട്ടത്തിൽ ഫിഫയുടെ മത്സരം പഠിക്കുമ്പം അതിൽ വനിതാ മത്സരം ഉണ്ടോ അതും കൂടെ പഠിച്ചിട്ട് പോകുക. കാരണം ഇങ്ങനെയും ചോദിക്കാറുണ്ട്. ഇതൊക്കെ നമ്മൾ വിട്ടു പോകുന്ന ചെറിയ ചെറിയ സംഗതികളാണ്. അപ്പോൾ നമ്മൾ പഠിച്ചു, സ്പോർട്സിലെ മത്സരങ്ങളെ പറ്റി പഠിക്കണമെന്ന് പറഞ്ഞു, താരങ്ങളെ പറ്റി പഠിക്കണം. താരങ്ങളെ പറ്റി പഠിക്കുമ്പം വേറെ എന്താ, ഏത് സ്പോർട്സ് മേഖലയാണെങ്കിലും താരങ്ങളുടെ ബുക്കുകൾ റിലീസ് ചെയ്യും. ആ ബുക്കുകൾ എപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. അങ്ങനെ പരീക്ഷയ്ക്ക് ബുക്കുകൾ തന്നെ ഒരു പേജിൽ എഴുതി വെക്കുക. ഈയിടെ റിലീസായ ഒരു ബുക്കാണ് ഐ ഹാവ് ദ സ്ട്രീറ്റ്സ്, എ കുട്ടി ക്രിക്കറ്റ് സ്റ്റോറി. ഐ ഹാവ് ദ സ്ട്രീറ്റ്സ്, എ കുട്ടി ക്രിക്കറ്റ് സ്റ്റോറി. ആർക്കെങ്കിലും പറയാൻ പറ്റുമോ ഈ ബുക്ക് ആരുടെയാണ്? ക്രിക്കറ്റ് സ്റ്റോറി. ഓക്കെ, അതും ചോദിക്കും ഏത് വർഷത്തിലുള്ളതാണ്. ഇപ്പോൾ സച്ചിൻ്റെയൊക്കെ നേരത്തെ ഒരുപാട് ചോദിച്ചുകൊണ്ടിരുന്ന ബുക്കാണ്. അപ്പം എല്ലാവരും ഏത് വർഷത്തിനുള്ളിലാണ് പഠിക്കേണ്ടതെന്ന് ചോദിക്കാറുണ്ട്. ഒരു വർഷം 1.5 വർഷത്തിനുള്ളിലുള്ള പുസ്തകങ്ങളാണ് ചോദിക്കാറുള്ളത്. ഇതാരുടെയാണ്? ഇത് ആരുടെ ബുക്കാണ്? അശ്വിൻ രവിചന്ദ്രയുടെ ബുക്കാണ്. രവിചന്ദ്രൻ അശ്വിൻ്റെ ബുക്കാണ് ഈ പറയുന്ന ഐ ഹാവ് ദ സ്ട്രീറ്റ്സ്, എ കുട്ടി ക്രിക്കറ്റ് സ്റ്റോറി എന്നുള്ളത്. അപ്പം ബുക്കുകളുടെ പേരുകൾ ഒരുമിച്ചെഴുതി പഠിക്കണം. മനസ്സിലായോ? ഇപ്പോൾ ഓരോ പോയിന്റാണ് പറഞ്ഞത്. വനിതാ താരങ്ങൾ പഠിക്കണമെന്ന് പറഞ്ഞു. വനിതാ താരങ്ങൾ സ്റ്റാറ്റിക് GKയിൽ ഉൾപ്പെടുത്തണം, മറ്റുള്ളത് കറണ്ട് അഫെയർസിൽ ഉൾപ്പെടുത്തണം. വനിതാ താരങ്ങൾ പഠിക്കുന്നതിനോടൊപ്പം തന്നെ വനിതാ വെന്യൂസ് മത്സരങ്ങളിലെ പഠിക്കാൻ മറന്നു പോകരുതെന്ന് പറഞ്ഞു. ഇനി നോക്കിക്കേ, അടുത്തത് നമ്മളിപ്പോൾ ഒരു കളിയുമായി ബന്ധപ്പെട്ട കളികളുടെ ട്രോഫികൾ പഠിക്കണം, അല്ലേ? ഇനി നോക്കിക്കേ, തോമസ് കപ്പ്, നാരങ് കപ്പ്, ഊബർ കപ്പ് ബാഡ്മിൻ്റണുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അടുത്തൊരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ് എന്തെന്ന് പറയുന്നത്, ഇത് റെയിൽവേക്ക് കൃത്യമായി തന്നെ ചോദിക്കുന്നതാണ്. എന്താണ്
കളികളുടെ സ്പെസിഫിക്കേഷൻസ് ചോദിക്കും. മനസ്സിലായോ? ഓരോന്നിൻ്റെയും നീളവും കോർട്ടിൻ്റെ വീതി തുടങ്ങിയ സ്പെസിഫിക്കേഷൻ കളികളുമായി ബന്ധപ്പെട്ട്. ഇവിടെ ഞാൻ ചോദ്യം ചോദിച്ചിരിക്കുന്നത് നേരത്തെ PYQ ആണ്. ലെങ്ത് ഓഫ് ബാഡ്മിൻ്റൺ കോർട്ട് ഫോർ സിംഗിൾസ് 13.4 മീറ്റർ. നിങ്ങൾ നോക്കിയാൽ മതി. തോമസ് കപ്പ് നേരത്തെ ചോദിച്ചിട്ടുണ്ട്, ഊബർ കപ്പ് ചോദിച്ചിട്ടുണ്ട്. ഇതൊക്കെ എന്താണ്, എവിടെ വെച്ച് നടക്കുന്നു, 2024 ആരാണ് വിജയി, അല്ലെങ്കിൽ 2025 മത്സരങ്ങളായോ, ഇതൊക്കെ നിങ്ങൾക്ക് നോക്കാം. 2024 എന്ന് പറയുമ്പോൾ ആരാണ്, 2024 ചൈനയാണ് ഊബർ കപ്പൊക്കെ വിജയിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പം അവിടെ വെന്യൂ എവിടെയാണ്, ആരാണ് വിജയിച്ചത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മളോട് ചോദിക്കാറുണ്ട്. ഈ ഒരു പോയിന്റിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ക്വസ്റ്റ്യൻസ് കിട്ടും. ഇനി നോക്കിക്കേ, നേരത്തെ ഒരു PYQ ആണ്. സ്പോർട്സിനകത്ത് പഠിക്കുമ്പോൾ സ്റ്റാറ്റിക് GKക്കാണ് പ്രാധാന്യം കൊടുക്കേണ്ടതെന്ന് ഞാൻ പറഞ്ഞു. ടേബിൾ ടെന്നീസിനെ ഒരു ഒളിമ്പിക് കായിക ഇനമായി അംഗീകരിച്ച വർഷം PYQ ആണ്. കണ്ടോ? അപ്പം സ്റ്റാറ്റിക് GK എന്ന് പറയുമ്പോൾ എന്താണ്, കുറച്ച് പഴയ കാര്യങ്ങളും ഒക്കെ നമ്മൾ പഠിക്കണം. ഏത് വർഷമാണ് അംഗീകരിച്ചത്? 1988 നമ്മൾ കറണ്ട് അഫയേഴ്സ് മാത്രമല്ല പഠിക്കേണ്ടത്, ഈ ഒരു പോയിന്റും കൂടെ ഇൻക്ലൂഡ് ചെയ്ത് തന്നെ പഠിക്കുക. 1988. ഇനിയും ടെന്നീസ് എന്ന് പറഞ്ഞാൽ നമ്മൾ എപ്പോഴും പഠിക്കുന്നത് എന്തായിരിക്കും? ഏതൊക്കെ ടെന്നീസ് പഠിക്കും? ഓസ്ട്രേലിയൻ ഓപ്പൺ പഠിക്കണം, ഫ്രഞ്ച് ഓപ്പൺ പഠിക്കണം, വിംബിൾട്ടൺ പഠിക്കണം, US ഓപ്പൺ പഠിക്കണം. അപ്പം നമുക്ക് മനസ്സിലാകും ഇത് ഏത് കോർട്ടിൽ നടക്കുന്നതാണ്. ഇങ്ങനെയും ചോദിച്ചിട്ടുണ്ട്. ഹാർഡ് കോർട്ടാണോ, ക്ലേ കോർട്ടാണോ, ഗ്രാസ് കോർട്ടാണോ എന്ന് പ്രത്യേകം തന്നെ ചോദിച്ചിട്ടുണ്ട് അല്ലേ. ഇനി ഏത് ടൈമിലാണ്, നിങ്ങളുടെ പരീക്ഷയ്ക്ക് മുമ്പായിട്ട് ഏതൊക്കെ മത്സരങ്ങൾ കഴിഞ്ഞു എന്ന് നിങ്ങൾക്ക് ഈ ഒരൊറ്റ ടേബിളിൽ നിന്ന് മനസ്സിലാവും. ഏത് സമയം, മിഡ് ഓഫ് ജാനുവരിയിലാണോ, മെയ് ജൂൺ കാലഘട്ടങ്ങളിൽ, ജൂൺ ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ, ഇതിലെ വിന്നർ ആരായിരിക്കും, പുരുഷ സിംഗിൾസിൽ ആര് വിജയിക്കുന്നു, മിക്സഡിൽ ആര് വിജയിക്കുന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങളും പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട് ടെന്നീസിനുമായി ബന്ധപ്പെട്ട്. അപ്പം അത്യാവശ്യം ആൾക്കാരുടെ എല്ലാം അവിടെ നമ്മുടെ കളികളിൽ സജീവമായിരുന്ന ആൾക്കാരുടെ എല്ലാം തന്നെ PYQ ചോദിച്ചിട്ടുണ്ട്. കണ്ടോ, കിങ് ഓഫ് ക്ലേ എന്നറിയപ്പെടുന്നത് ആര്? ഇത് നിങ്ങളുടെ PYQ ആണ്. കിങ് ഓഫ് ക്ലേ റാഫേൽ നദാലാണ്. അദ്ദേഹം ഏത് രാജ്യക്കാരനാണ്? അദ്ദേഹത്തിൻ്റെയൊക്കെ നമ്മൾ ഒരു ബുക്കിൽ തന്നെ നിങ്ങൾ എഴുതി പഠിക്കേണ്ട കുറച്ചധികം പോയിന്റ് റാഫേൽ നദാലിനെ പറ്റി തന്നെ പഠിക്കുക. അദ്ദേഹത്തിൻ്റെ ബുക്ക്, അദ്ദേഹത്തിൻ്റെ അച്ചീവ്മെൻറ്റ്സ് ഇതെല്ലാം ചോദിച്ചിട്ടുള്ളതാണ്. അപ്പോൾ പഠിക്കുമ്പം ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ ഈ പോർഷൻസ് പഠിച്ചു പോവുക. നടക്കുന്നത് പാരീസ്, ഫ്രാൻസ് തുടങ്ങിയ സ്ഥലങ്ങളിലാണ്. കിങ് ഓഫ് ക്ലേ എന്നറിയപ്പെടുന്നത് ആര്? ഇങ്ങനെ സ്പോർട്സ് പഠിക്കുമ്പം കണക്ട് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ ആദ്യം ഏറ്റവും വലുതായി പഠിക്കാനുള്ളത് സ്പോർട്സ് തന്നെയായിരിക്കും. സ്പോർട്സും സയൻസ് ആൻഡ് ടെക്നോളജിയുമാണ് നമുക്ക് അപ്ഡേറ്റ് ആയി പഠിക്കാനും പഴയ കാര്യങ്ങൾ ഓർത്തു വെക്കേണ്ടതുമായിട്ടുള്ളത്. അത് പഠിക്കുമ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ദിവസവും കുറച്ചധികം പോർഷൻസ്, ഒരു 20 മിനിറ്റ് 30 മിനിറ്റ് നിങ്ങൾ സ്പോർട്സിൽ പഠിക്കാൻ വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുക പഠിച്ചു വരുമ്പോൾ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ മാർക്ക് നഷ്ടമാകില്ല. ഓക്കെ, പിന്നെ ഒരു കണക്ഷൻ ഉണ്ടായിരിക്കണം. ഇപ്പോൾ ബാഡ്മിൻ്റൺ ആദ്യം അങ്ങ് പഠിച്ചു തീർന്നു കഴിഞ്ഞാൽ ബാഡ്മിൻ്റനുമായി ബന്ധപ്പെട്ട കുറച്ചധികം കാര്യങ്ങൾ നമ്മൾ പഠിച്ചു വയ്ക്കും. ടേബിൾ ടെന്നീസുമായിട്ട് പിന്നെ കിട്ടുന്നതെല്ലാം അതിനകത്ത് ആഡ് ഓൺ ചെയ്ത് പോയാൽ മതി. അതിന് സമയം കണ്ടെത്തുക. ഒരിക്കലും റാങ്ക് ഫെയിലുകളിലെ കണ്ടന്റ് മാത്രമായിരിക്കരുത്. അതിലെ സ്റ്റാറ്റിക് GKക്ക് പഴയ ക്വസ്റ്റ്യൻസ് കണ്ടോ, ഒളിമ്പിക്സിൽ അംഗീകരിച്ച വർഷം വരെ ചോദിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള ചോദ്യങ്ങൾ മുതലുള്ള കാര്യങ്ങൾ തപ്പിയെടുത്ത് തന്നെ പഠിക്കുക. ഇനി നിങ്ങൾക്ക് പഠിക്കണോ ഇതെല്ലാം, ഇപ്പോൾ ഞാൻ പറഞ്ഞ ഒരു ചെറിയ പോർഷനാണ് സ്പോർട്സ് എങ്ങനെ പഠിക്കാം, എന്തൊക്കെ ചോദ്യങ്ങൾ സ്പോർട്സ് മേഖലകളിൽ നമുക്ക് പ്രതീക്ഷിക്കാം. ഇനി സ്പോർട്സ് മേഖലകളിൽ നമുക്കറിയാം ഏറ്റവും പ്രധാനപ്പെട്ട അവാർഡുകൾ തൊട്ട് അർജുന അവാർഡ്, ദ്രോണാചാര്യ അവാർഡ് അല്ലേ, പത്മശ്രീ കിട്ടുന്ന ആൾക്കാരുടെ അവാർഡുകൾ, ഇങ്ങനെ എല്ലാ സിവിലിയൻ അവാർഡുകൾ പോകുമ്പോഴും ഒക്കെ എന്തായിരിക്കും, സ്പോർട്സിൻ്റെ ഒരു മേഖലയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്നുണ്ടായിരിക്കും. അത് ഇന്ത്യയിൽ നടക്കുന്ന എല്ലാ ഇന്ത്യൻ താരങ്ങളെയും നമ്മൾ പഠിക്കണം ഓരോ പ്രാവശ്യവും കഴിയുമ്പോഴും. പിന്നെ എന്തായിരിക്കും, ചിലവർ MB ആയിട്ട് പോകും, അങ്ങനെയുള്ള അവരേത് സ്ഥലത്തേക്കാണ് പിന്നെ മത്സരിച്ചത്, അവർക്ക് എന്തൊക്കെ പൊസിഷൻസ് വന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെ വരും. ഇനിയും അടുത്തത് എന്തായിരിക്കും നമ്മൾ പഠിക്കേണ്ടത്, ഏതെങ്കിലുമൊക്കെ താരങ്ങൾ വിരമിക്കുകയാണെങ്കിൽ അവരുടെ കാര്യങ്ങൾ നമ്മൾ പഠിച്ചു വെക്കണം. ഈ അടുത്തിടെ ആരൊക്കെ വിരമിച്ചു. പിന്നെ അടുത്തത് എന്താണ്, ഏതെങ്കിലുമൊക്കെ കപ്പുകൾ നടക്കുകയാണെങ്കിൽ ആ കപ്പുകൾ ഏതൊക്കെയാണ്, അതിൻ്റെ വിന്നേഴ്സ് ആരാണ്. പിന്നെ സ്പോർട്സിൽ സന്തോഷ് ട്രോഫി എപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. RRB നിരവധി തവണ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനാണ്. സന്തോഷ് ട്രോഫിയുമായി ബന്ധപ്പെട്ട ആരാണ് വിന്നേഴ്സ്. ഇങ്ങനെ സ്പോർട്സ് പറയാനാണെങ്കിൽ ഉറപ്പായും ഒരു 60-70ഓളം ചോദ്യങ്ങളെ നമ്മൾ എടുത്തു വെച്ച് കഴിഞ്ഞ് തിരിച്ചു പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, സ്പോർട്സ് മുഴുവനായിട്ടും കവർ ചെയ്യാൻ പറ്റും. ഒരു 60-70ഓളം ക്വസ്റ്റ്യൻസ് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഏരിയാസ് ഏതൊക്കെയാണ് ചോദിച്ചേക്കുന്നത്. ആ ഏരിയാസുമായി ബന്ധപ്പെട്ട മാക്സിമം പോയിന്റിലേക്ക് നിങ്ങൾ പോകുക.
റെയിൽവേ എഴുതാൻ ആഗ്രഹിക്കുന്നവർക്കെല്ലാം ഞങ്ങൾ ടീം CC എന്ത് കൊടുക്കുന്നുണ്ട്? നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നമാണ് നമ്മുടെ എക്സാം നടക്കാൻ പോകുന്നത് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റാണ്, CBT എക്സാമാണ്. ആ CBT എക്സാംസ് കണ്ടക്ട് ചെയ്യാണ് റെയിൽവേക്ക് വേണ്ടി ടീം കോമ്പറ്റിറ്റീവ് ക്രാക്കർ. നമ്മുടെ മൊബൈൽ ആപ്ലിക്കേഷനിലൂടെയാണ്. അതുകൊണ്ട് അതറിയില്ല, പിന്നീട് നമുക്ക് ക്വസ്റ്റ്യൻസ് ടൈം പ്രശ്നമാകും എന്നൊന്നും ഒരു പേടിയും വേണ്ട. വളരെ ക്ലാരിറ്റി ആയിട്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓരോ എക്സാം CBT എഴുതുന്നത് പോലെ തന്നെ നിങ്ങൾക്കും ട്രൈ ചെയ്ത് എക്സാംസ് എഴുതി പഠിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പം നോക്കൂ, ഇതൊക്കെ നമ്മുടെ ക്ലാസ്സുകളിലെ കുട്ടികളുടെ മാർക്കാണ്. ഞങ്ങൾ ഓരോ ആഴ്ചകളിലും ഇങ്ങനെ നിരവധി പരീക്ഷകളും ഒക്കെ നടത്തി വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് ഈ പറയുന്ന ഓരോ ഏരിയയും കറക്റ്റ് ചെയ്ത് തന്നെയാണ് പോകുന്നത്. ഈ കഴിഞ്ഞ ദിവസം നടന്ന ഹൈക്കോർട്ട് അസിസ്റ്റൻ്റ് ആദ്യത്തെ റാങ്കിലും ടീം CC തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. നിങ്ങൾ ഓരോ സ്ഥാപനം സെലക്ട് ചെയ്യുമ്പം അവർ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഏതെങ്കിലും പരീക്ഷകളിൽ റാങ്ക് ജേതാക്കളായിട്ടുണ്ടോ എന്ന് തീർച്ചയായിട്ടും നോക്കണം. അത് നിങ്ങളുടെ ആവശ്യമാണ്. എന്തെങ്കിലും പഠിച്ചാൽ മാത്രം പോരാ. ഒരാൾ ഒരു ടെലിഗ്രാം ഗ്രൂപ്പിൽ കൂടെ മാത്രം പഠിപ്പിക്കുന്നതായിരിക്കരുത് നിങ്ങൾ പഠിക്കുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ ഓരോ വ്യക്തികൾക്കും അവരുടെ ഒരു പൊട്ടൻഷ്യൽ ഉപയോഗിച്ച് നമുക്ക് തരാവുന്ന കാര്യങ്ങൾക്ക് ലിമിറ്റുണ്ട് അല്ലേ? അപ്പം ഒരു കൂട്ടം അധ്യാപകരുള്ളിടത്തും, അതും ക്വാളിഫൈഡ് ആയിട്ടുള്ള അധ്യാപകർ, അവർ ലിസ്റ്റിൽ കയറണം. അവരുടെ പഠന സ്ട്രാറ്റജീസ് ഷെയർ ചെയ്യുന്ന സ്ഥാപനങ്ങൾ തന്നെ തീർച്ചയായിട്ടും നിങ്ങൾ ചൂസ് ചെയ്യുക. അതല്ലാതെ നമ്മൾ വീട്ടിലിരുന്ന് എന്തും ഓൺലൈനാണ് എന്ന് വിചാരിച്ചൊരിക്കലും പഠിക്കരുത്. റെയിൽവേക്ക് വേണ്ടി പഠിക്കുന്ന തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഓരോരുത്തർക്കും നമ്മുടെ ക്ലാസ്സുകൾ ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ക്ലാസ്സുകൾ കാണാൻ വേണ്ടി ഞാൻ ലിങ്ക് താഴെ കൊടുത്തിരിക്കാം. വാട്സപ്പ് ഗ്രൂപ്പുകളും താഴെ കൊടുത്തിരിക്കാം. വേഗം പഠിച്ചു തുടങ്ങുക, കിട്ടും, ഉറപ്പാണ്. നല്ലൊരു ജോലിയാണ്, മറന്നു പോകരുത്. വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്.